മധ്യപ്രദേശിൽ ബി.ജെ.പി ഏറെ നിർണായകമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അവിടെ ബുദ്ധിനി മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി കൃത്യമായും വലിയ തകർച്ച നേരിട്ടത് ബി.ജെ.പിയെ നാണം കെടുത്തിയിരിക്കുകയാണ്. 1,50,000 വോട്ടിന് ശിവരാജ് സിംഗ് ചൗഹാൻ വിജയിച്ച ബുദ്ധിനി മണ്ഡലത്തിൽ ഇക്കുറി അവിടെ ബി.ജെ.പി പെടാപ്പാട് പെടുകയാണ് ചെയ്തത്. വോട്ടെണ്ണലിൻ്റെ ആദ്യ 6 റൗണ്ടുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി 8,000-ഓളം വോട്ടുകൾക്ക് മുന്നിട്ട് നിന്നത് ബി.ജെ.പിയുടെ കേന്ദ്രങ്ങളെ അമ്പരപ്പുളവാക്കിയിരുന്നു. 29 ലോക്സഭാ മണ്ഡലങ്ങളാണ് മധ്യപ്രദേശിലുള്ളത്. നമുക്കറിയാം, ഇത്തവണ ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ പോലും മധ്യപ്രദേശിലെ 29 ലോക്സഭാ മണ്ഡലങ്ങളിലും ബി.ജെ.പി ജയിച്ചത് അവർക്ക് വലിയ രീതിയിലുള്ള ആധിപത്യം ഉറപ്പിക്കലായി. ഒരുപക്ഷെ ഗുജറാത്ത് എന്ന അവരുടെ ശക്തി ദുർഗത്തിൽ പോലും പാളിച്ച ഉണ്ടായപ്പോൾ ഒരു രീതിയിലും വോട്ട് ചോർച്ചയില്ലാതെ ഭൂരിപക്ഷത്തിൽ പോലും റെക്കോർഡ് ഇട്ടുകൊണ്ടാണ് മധ്യപ്രദേശിൽ ബി.ജെ.പി ജയിച്ചു കയറിയത്. ഗുജറാത്തിലെ 26 ലോക്സഭാ സീറ്റിൽ ഒരു സീറ്റ് ബി.ജെ.പിക്ക് നഷ്ടമായിരുന്നു. മാത്രമല്ല, പലയിടത്തെയും ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞു എന്നുള്ളതും ബി.ജെ.പിയെ അമ്പരപ്പുളവാക്കിയ ഒരു കാര്യമാണ്. അതേസമയം മധ്യപ്രദേശിൽ ഗ്വാളിയറിലും ഇൻഡോറിലും വിദിശയിലുമൊക്കെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഇത്തവണ ഉണ്ടായത്. മാത്രമല്ല, ഗുണ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് വന്ന ജ്യോതിരാദിത്യ സിന്ധ്യ ആദ്യമായാണ് ബി.ജെ.പി ടിക്കറ്റിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഗുണ മണ്ഡലത്തിൽ ജ്യോതിരാദിത്യ സിന്ധ്യ 5.5 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത്. എന്നാൽ മോഹൻ യാദവ് എന്ന നിലവിലെ മുഖ്യമന്ത്രിയുടെ ഭരണം വലിയ തകർച്ചയിലേക്ക് പോകും എന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിന് കാരണം ശിവരാജ് സിംഗ് ചൗഹാനെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇത്രയും കാലം മധ്യപ്രദേശ് ഉള്ളം കയ്യിൽ വെച്ചിരുന്നപ്പോൾ ബി.ജെ.പി നേതൃത്വത്തിന് ഒരു സംശയമോ അപാകതയോ ഇല്ലായിരുന്നു. എന്നാൽ മോഹൻ യാദവിൻ്റെ ഭരണ പരിഷ്കാരം പല തരത്തിൽ നിർണായകമായും ബി.ജെ.പിക്ക് വിലങ്ങുതടിയായി മാറുകയാണ്. ശിവരാജ് സിംഗ് ചൗഹാൻ ഉണ്ടായിരുന്ന കാലത്ത് വ്യാപം, അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിശക്തമായ സാഹചര്യത്തിലായിരുന്നു 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഭൂരിപക്ഷത്തിൻ്റെ അടുക്കലേക്ക് എത്തിയത്. അതിന് നിർണായകമായി ചുക്കാൻ പിടിച്ചത് കൃത്യമായും ബി.ജെ.പിക്ക് എതിരായി വോട്ട് പിടിക്കാൻ ശക്തിമാർഗം ഉപദേശിച്ചതെല്ലാം ഗ്വാളിയർ കുടുംബാംഗം കൂടിയായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. എന്നാൽ കമൽനാഥിനും മകനും വേണ്ടി കോൺഗ്രസ് വലിയ തോതിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കൂടി നിൽക്കുകയായിരുന്നു എന്ന തോന്നൽ ജ്യോതിരാദിത്യ സിന്ധ്യയിലേക്ക് ഉളവാകുകയും അത് ജ്യോതിരാദിത്യ സിന്ധ്യയെ ബി.ജെ.പിയിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ അവിടെ കോൺഗ്രസ്സിന് കമൽനാഥ് വരുത്തിവെച്ച നഷ്ടം ചില്ലറയല്ല. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കമൽനാഥ് മുഖ്യപ്രചാരകനായിട്ടും അവിടെ തിരിച്ചടി മാത്രമാണ് ലഭിച്ചത്. എന്നാൽ പയ്യെ ഇപ്പോൾ ദിഗ്വിജയ് സിംഗിൻ്റെ മകൻ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ഒരു കോളിളക്കം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ഒരു ഹൈപ്പിലേക്ക് എത്തുകയും ബി.ജെ.പി കേന്ദ്രങ്ങൾക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമോ എന്ന അത്ഭുതവും അവരിൽ ഉണ്ട്. മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ അല്ല ഭരിക്കുന്നതെങ്കിൽ തുടർഭരണം നഷ്ടപ്പെട്ടേക്കാം എന്ന വിലയിരുത്തലും ബി.ജെ.പിയിൽ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു.